എല്ലാവർക്കും നമസ്കാരം. കേരളത്തില് LDFന്റെയും UDFന്റെയും നേതൃത്വത്തിൽ 4 ജാഥകൾ നടന്നുകൊണ്ടിരിക്കുന്നു. LDFന്റെ നേതൃത്വത്തിൽ 3 ജാഥകൾ വികസിത മുന്നേറ്റ ജാഥ എന്ന മുദ്രാവാക്യവും ഉയർത്തിക്കൊണ്ട് വടക്കൻ മേഖലാ ജാഥയ്ക്ക് നേതൃത്വം നൽകുന്നത് ഗോവിന്ദ മാഷും, തെക്കൻ മേഖലാ ജാഥയ്ക്ക് നേതൃത്വം നൽകുന്നത് ബിനോയ് വിശ്വവും, മധ്യമേഖലാ ജാഥയ്ക്ക് നേതൃത്വം നൽകുന്നത് ജോസ് കെ മാണിയും. ഇങ്ങനെയുള്ള 3 ജാഥകളാണ് LDFന്റെ വികസിത മുന്നേറ്റ ജാഥ. UDFന്റെ പുതുയുഗ ജാഥ, മുദ്രാവാക്യം പുതുയുഗം, ആ ജാഥയ്ക്ക് നേതൃത്വം നൽകുന്നത് VD സതീശനും. ഇങ്ങനെയുള്ള 4 ജാഥകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ജാഥയിലെ ഇവരെ ഈ വികസിത മുന്നേറ്റ ജാഥയും പുതുയുഗ ജാഥയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവര് മുദ്രാവാക്യം വെച്ചിരിക്കുന്നതെങ്കിലും ഇവരുടെ മെയിൻ ഉദ്ദേശ ലക്ഷ്യം പേടിപ്പിച്ച് ജനങ്ങളുടെ നിന്ന് വോട്ട് വാങ്ങുക, ജനങ്ങളുടെ വോട്ട് എങ്ങനെയെങ്കിലും പേടിപ്പിച്ച് വാങ്ങി അടുത്ത പ്രാവശ്യം ഭരണത്തിലെത്തുക എന്നതാണ് ഒരു കൂട്ടരുടെ ലക്ഷ്യം. മറ്റൊരു കൂട്ടരുടെ ലക്ഷ്യം ഭരണ തുടർച്ച ഉണ്ടായിരിക്കുക എന്നതാണ് അടുത്ത ഒരു കൂട്ടരുടെ ലക്ഷ്യം. ഇതാണ് ഇവരുടെ 2 കൂട്ടരുടെ ലക്ഷ്യം. അല്ലാതെ ഒരു വികസിത മുന്നേറ്റ ജാഥയോ അല്ലെങ്കിൽ ഒരു പുതുയുഗ ജാഥയോ ഒന്നുമല്ല ഇവർ ഉദ്ദേശിക്കുന്ന. ജനങ്ങളെ പേടിപ്പെടുത്തി വോട്ട് വാങ്ങി ജയിച്ച് അധികാരത്തിലെത്തുവാൻ വേണ്ടിയുള്ള ജാഥയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇവരെടുത്ത് വലിയൊരു എടുത്തിട്ടുണ്ട്. BJP കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു, കേരളത്തിൽ BJP വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇവിടെ മാത്രമേ BJP വരാത്തുള്ളൂ, ഉത്തരേന്ത്യയിലും മറ്റുള്ള സ്റ്റേറ്റുകളിലെല്ലാം BJP വളർന്നിട്ടുണ്ട്, വർഗീയത ഇല്ലാത്തത് കേരളത്തിലും മാത്രമേ ഉള്ളൂ, ഞങ്ങളുള്ളതുകൊണ്ടാണ് വർഗീയത BJP ഇവിടെ വളരാത്തത് എന്ന് പറഞ്ഞ ഒരു കൂട്ടര്. മറ്റൊരു കൂട്ടർ പറയണേ ഇവിടെ ഏറ്റവും കൂടുതൽ BJP എതിർക്കണത് ഞങ്ങളാണ്, ഞങ്ങൾ തല പോയാലും ശരി ഒരു വർഗീയതയുമായിട്ട് ഞങ്ങൾ കൂട്ടുകൂടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണ വേറൊരു കൂട്ടർ. എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങണം, അത് വേറൊരു കാര്യം. ഇങ്ങനെ 2 ജാഥകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന 4 ജാഥകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ 2 പാർട്ടികളും ജനങ്ങളെ പേടിപ്പിച്ച് വോട്ട് വാങ്ങുകയായിരുന്നു. പക്ഷെ അതിനേറ്റവും വലിയൊരു തിരിച്ചടിയാണ് ഇന്നലെ കേരളത്തിലെ ഒരു പ്രമുഖ വ്യക്തി ഇന്നലെ രാജ്യത്തിന്റെ ബഹുമാന്യനായ പ്രധാനമന്ത്രി മോദിജിയെ പോയി കാണുകയുണ്ടായി. ആ വ്യക്തി മോദിജിയെ കണ്ട് ആ കണ്ട രംഗാണ് ഏറ്റവും വലിയ രസം. അതിഥി ദേവോ ഭവ എന്നുള്ളതാണ് ആ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. 94 വയസ്സുള്ള കേരളത്തിൽ നിന്ന് പോയി കണ്ട ആ മഹത് വ്യക്തി കസേലയിൽ ഇരിക്കുമ്പോൾ മോദി നടന്നു വന്ന് കൈ കൊടുത്ത് സ്വീകരിക്കുക ചെയ്യണേ. ഇവിടെ സ്വന്തം മണികള് സെൽഫി എടുക്കാൻ ചെല്ലുമ്പോൾ ഓടിച്ചു വിടുന്ന ചരിത്രമുള്ള പല നേതാക്കന്മാരും ഉള്ള രാഷ്ട്രീയ പാർട്ടികളുള്ള സ്ഥലമാണ് ഇവിടെ. ചെണ്ടകൊട്ട് കേട്ട് കഴിഞ്ഞാൽ പേടിക്കണതും ചെണ്ടകൊട്ട് നിർത്താൻ പറഞ്ഞ് ഒച്ചയെടുക്കണതും മൈക്ക് കിട്ടിയില്ലെങ്കിൽ പരസ്പരം അടി കൂടുന്ന രാഷ്ട്രീയ പാർട്ടികളുള്ള ഈ കേരളത്തിൽ നിന്ന് പോയ ഒരു പ്രമുഖന്, ആ വ്യക്തിയുടെ പേര് ഞാൻ ലാസ്റ്റ് പറയാം, ഇന്നലെ നൽകിയ സ്വീകരണം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അതിഥി ദേവോ ഭവ, അതാണ് ഇന്നലെ കണ്ടത്. എന്നിട്ട് ആ വ്യക്തി ബഹുമാന്യനായ പ്രധാനമന്ത്രിയെ കണ്ട് സംസാരിച്ച് എല്ലാം പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന്. ഇവിടെ ഭാരതത്തിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്നാണ് ആ വ്യക്തി ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ആ വ്യക്തി ആരാന്നറിയാവോ? കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ, നമ്മുടെ പ്രധാനമന്ത്രിയെ, ബഹുമാന്യനായ പ്രധാനമന്ത്രിയെ മോദിജിയെ കണ്ടു കഴിഞ്ഞ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കാണ് ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന്. അല്ലാതെ LDFും UDFും പ്രചരിപ്പിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളെ എന്ന് അദ്ദേഹം വളരെ കറക്റ്റായിട്ട് ഇന്നലെ മാധ്യമങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. ഇനിയിപ്പോൾ ഇതിന്റെ മുകളിൽ കമന്റ് വരും, അല്ലെങ്കിൽ വേറെ പോസ്റ്റുകളൊക്കെ വരണ കാണാം പലരുടെ. എന്താ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ EDയെ പേടിച്ചാണ് അങ്ങനെ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് റെയ്ഡ് വരാൻ പോണു, അത് പേടിച്ചിട്ടാണ് അങ്ങനെ വന്നതെന്നൊക്കെ പറഞ്ഞുള്ള ക്യാപ്സൂളുകളൊക്കെ ഇനി ഇറക്കാം. എന്തായാലും ശരി,
ഇടതനും വലതനും പേടിപ്പിച്ച് വോട്ട് വാങ്ങി ജയിക്കാമെന്നുള്ള അവരുടെ വ്യാമോഹത്തിനേറ്റ തിരിച്ചടിയാണ് ഇന്നലെ ബഹുമാന്യനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാര്, ബഹുമാനപ്പെട്ട നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മോദിജിയെ കണ്ടു കഴിഞ്ഞിറങ്ങിയ ആ വാക്കുകൾ. ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ. എല്ലാവർക്കും നമസ്കാരം.